ലഹരി കൊണ്ട് നഷ്ടപ്പെടുന്ന ചില നഷ്ടങ്ങളുണ്ട് മനുഷ്യർക്ക്. ആ നഷ്ടങ്ങളിൽ ഒന്നാമത്തെ ഒന്ന് അവൻ്റെ ഹൃദയത്തിലെ മനുഷ്യത്വം പോകുമെന്നാണ്. അവൻ എന്തും ചെയ്യും, ആരെയും ചീത്ത വിളിക്കും, എവിടെയും കയറിപ്പോകും. ഏത് മുസ്ലിയാർ, ഏത് അച്ഛൻ, ഏത് സ്വാമി, ഏത് ക്ഷേത്രം, ഏത് ചർച്ച്, ഏത് പള്ളി, എവിടെയും കല്ലെറിയും, ആരെയും കൂക്കി വിളിക്കും, എന്തിനും തയ്യാറാകും. എന്തുകൊണ്ടാണ്? മനുഷ്യത്വം പോവുകയാണ്. ഉമ്മയെ കൊല്ലും, മക്കളെ കൊല്ലും. അനുജൻ മുഖത്ത് നോക്കി ഇക്കാ എന്നെ തല്ലരുതെന്ന് വിളിച്ചപ്പോൾ ചുറ്റിയെ കൊണ്ട് അവൻ്റെ തലക്കടിക്കാൻ മനസ്സ് വരുന്നത് അവൻ്റെ മനസ്സിലെ മനുഷ്യത്വം മരിച്ചു പോകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആർക്കാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കുക. ഒന്ന്, അവൻ്റെ മനുഷ്യത്വത്തെ ഹൃദയത്തിൽ നിന്ന് മരവിപ്പിച്ച് കളയും. രണ്ടാമത് കൊടുക്കുന്ന നഷ്ടമുണ്ടല്ലോ, ഒരു മനുഷ്യന് സംരക്ഷണത്തിൻ്റെ മലക്കുകളുണ്ട്. ആ മലക്കുകൾ യവനിൽ നിന്ന് അകന്നു പോകും. യവനെ ഒരു കാര്യത്തിനും സംരക്ഷിക്കൂല. മലക്കുകൾ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ തിരിയുന്നതും നോക്കുന്നതും കാണുന്നതും ഒക്കെ മരണത്തിലാണ്, മരണത്തിൻ്റെ മുനമ്പിലാണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നില്ലേ? അത് മാലാഖമാരുടെ സംരക്ഷണമാണ്. മൂന്നാമത്തത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ റൗളാ ഷരീഫിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കുന്നവരാണ്. പക്ഷേ കള്ളുകുടിയനുമായി യാതൊരുവിധ കമ്പനിക്കും തയ്യാറല്ല. അവൻ്റെ ഒരു പ്രവർത്തനവും കാണണ്ട, അവനുമായി പിണക്കമാണ്, അകൽച്ചയാണ്. നാലാമത്തത്, സ്വർഗവാതിലുകൾ ഒരിക്കലും തുറക്കപ്പെടാൻ പറ്റാത്ത ശക്തിയിൽ കള്ളുകുടിയനെതിരെ അടയ്ക്കപ്പെടുകയാണ്. എല്ലാ നഷ്ടങ്ങളും എല്ലാ നാശങ്ങളും രണ്ട് ലോകത്തും വാങ്ങിവെക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് ഈ സുഖം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? പറഞ്ഞു കൊടുക്കൂ ഉമ്മമാരെ, നിങ്ങളുടെ മക്കളോട് സ്നേഹത്തിൽ തലോടിയിട്ട് പറഞ്ഞു കൊടുക്കൂ. പണ്ട് ഉമ്മമാരുടെ മടിയിൽ മക്കൾ കിടന്നിട്ടുള്ളത് കൊണ്ട് ആ ഉമ്മമാർ പറയുന്ന വാക്ക്, ഞാനൊക്കെ ഉമ്മാൻ്റെ മടിയിൽ കിടക്കുമ്പോൾ ഉമ്മ കൈകൊണ്ട് തലയിലൂടെ തലോടി, പേരില്ലെങ്കിലും വെറുതെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തുമ്പോൾ ഒരു സുഖം കിട്ടിയിരുന്നു. അങ്ങനെ ഉമ്മ പറഞ്ഞു തന്ന വാക്യങ്ങൾ നമ്മുടെ നെഞ്ചിൽ ഇപ്പോഴും ഉണ്ട്. ഇന്ന് കിടക്കാൻ മക്കളില്ല, പറയാൻ ഉമ്മമാരില്ല, എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്, റീൽസ് ഇടാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഒരറ്റത്തിരുന്ന് എല്ലാം നമുക്ക് നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെട്ട കുടുംബത്തെ തിരിച്ചു പിടിക്കാൻ അൽ ബയാൻ പറയുന്ന ഈ ഓരോ ദിവസത്തെ എപ്പിസോഡ്